السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى محمد سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ആഴ്ചതോറും നടത്തി വരാറുള്ള മതപഠന ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നാം ഒരുമിച്ച് കൂടലും പിരിയലും പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. വർഷങ്ങളായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ വന്നിരുന്ന പലരും രോഗികളാണ്. അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടുപോയി. അവരുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ടുപോയ നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ അടക്കം ഈ പള്ളിക്കാട്ടിൽ മറവിട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ബർസഖിയായ ലോകം നീ നന്മയിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ബറാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരിക്കും അടുത്ത വെള്ളിയാഴ്ചയാണ് ബറാഅത്ത്. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ മഗ്‌രിബിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതി കൂട്ടമായിട്ടുള്ള ദുആയും ഇശാ നിസ്കാരം കഴിയുന്നത് വരെ പരിപാടി ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു ക്ലാസ് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ തന്നെ ബറാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെറുതായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ച ലോകത്തേക്ക് നമ്മൾ അയക്കുമ്പോൾ തിന്മ ചെയ്യാനുള്ള സാഹചര്യം ഓരോ മനുഷ്യരിലുമുണ്ട്. നമ്മളൊന്നും മലക്കല്ല. അതേപോലെ പിശാചിന്റെ ആ രീതിയിലേക്ക് അധപ്പതിക്കാനും പാടില്ല. തിന്മകൾ മാത്രം ചെയ്യുന്ന അള്ളാഹുവിന്റെ വർഗമാണ് പിശാചുക്കൾ. നന്മ മാത്രം ചെയ്യുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മലക്കുകൾ. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത, രണ്ട് ചെയ്യാനും ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മനുഷ്യർ. പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, മലക്കൂത്തിയായ കാര്യങ്ങൾ എന്തൊക്കെ, രണ്ടും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയും ഏത് സ്വീകരിക്കണം എന്നത് നമ്മുടെ ഇഷ്ടമാണ്. പൈശാചികമായ പ്രേരണ സ്വീകരിച്ചാൽ നരകത്തിലേക്കും നല്ല കാര്യങ്ങൾ സ്വീകരിച്ചാൽ സ്വർഗത്തിലേക്കും പോകും. ഇതാണ് മനുഷ്യന്റെ പരീക്ഷണം. ഇതിനു വേണ്ടിയാണ് നമ്മെ അല്ലാഹു തആല പഠിച്ചത്. ചില യുക്തിവാദികളൊക്കെ ചോദിക്കാറുണ്ട്, നന്മയും തിന്മയും ഒക്കെ അല്ലാഹു തആല പഠിച്ചതാണെങ്കിൽ പിന്നെ നമ്മളെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് പറയാറുണ്ട്. അതവർ മനസ്സിലാക്കിയതിലുള്ളൊരു അബദ്ധമാണ്. മനുഷ്യരെ ശരിക്ക് ഒരു പരീക്ഷ എഴുതാനാണ് ഇങ്ങോട്ട് അയച്ചത്. നമ്മുടെ പരീക്ഷ എന്താണ്? തിന്മകൾ മാത്രം ചെയ്യുന്ന പിശാച്, നന്മ മാത്രം ചെയ്യുന്ന മലക്കുകൾ. നമുക്ക് രണ്ടും ചെയ്യാനുള്ള അവസരം. ഏത് നന്മ ഏത് തിന്മ എന്ന് നമുക്ക് അല്ലാഹു വിശദീകരിച്ചു തന്നു. നന്മ ചെയ്താൽ സ്വർഗത്ത് പോവും എന്ന് പറഞ്ഞു, തിന്മ ചെയ്താൽ നരകത്ത് പോവും എന്നും പറഞ്ഞു. ഇങ്ങനെ നമ്മൾ അയച്ചാലും എന്താണ് നമ്മൾ ചെയ്യുക എന്നത് നേരത്തെ അല്ലാഹുവിനറിയാം.
അല്ലാതെ അള്ളാഹു രേഖപ്പെടുത്തി അതേപോലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിന് നേരത്തെ അറിയും എന്നതാണ് അതിന്റെ ലക്ഷ്യം. എപ്പോഴും ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരു രോഗിയായ ഒരാളെ പരിശോധിച്ച് ഡോക്ടർ പറയാണ്, ഈ രോഗി 2 ആഴ്ച കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞാൽ ഈ രോഗിയെ മരിപ്പിച്ചത് ഈ ഡോക്ടറല്ല, മറിച്ച് ഈ രോഗിയിൽ ഇനി എന്ത് സംഭവിക്കും എന്ന് അതിനെക്കുറിച്ച് പഠിച്ച അറിവുള്ള ഒരാൾ പറഞ്ഞു നേരത്തെ എന്നേ ഉള്ളൂ. അതാണ് അല്ലാഹു തആല നമ്മളെ നേരത്തെ എഴുതി വെച്ച് ആ എഴുതി വെച്ചതനുസരിച്ച് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയല്ല, നമ്മൾ പ്രവർത്തിക്കുന്നത് നേരത്തെ അല്ലാഹു തആല എഴുതി വെച്ചു എന്നാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. യുക്തിവാദികൾ ഇതിനെ നേരെ തിരിച്ചിടും. എന്നിട്ട് ഖലാ ഖദറിനെയൊക്കെ പാക സംശയങ്ങളാക്കി നമ്മുടെ യൂട്യൂബിലൂടെയും ചെറിയ മക്കളുടെ ഹൃദയങ്ങളിലൊക്കെ കടിച്ചു കയറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇങ്ങനെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യവും സന്ദർഭവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ തിന്മകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ചില പ്രത്യേക ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളും മാസങ്ങളും ദിവസങ്ങളും അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 5 ദിവസങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നതായി കൊണ്ട് കാണാം. 5 രാത്രികൾ ദുആക്ക് അല്ലാഹു തആല പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്ന രാത്രികളാണ്. ഒന്ന് ലൈലത്തുൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവ്. ഇപ്പൊ ഇന്നലെ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ സുബഹി വാങ്ങു കൊടുക്കുന്നതിന്റെ ഇടയിൽ എല്ലാ വെള്ളിയാഴ്ചയും ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്. വ ലൈലത്തൈൽ ഈദൈൻ, 2 പെരുന്നാളിന്റെ രാത്രി. അതേപോലെ വ അവ്വലു ലൈലത്തിൻ മിൻ റജബിൻ, റജബിന്റെ ആദ്യത്തെ രാത്രി. വ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രി. ആ രാത്രിയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മഗ്രിബ് മുതൽ സുബഹി വരെ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച ഈ 2 ദിവസം അടിച്ച വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവ് എന്നുള്ളതും വരും, അതേപോലെ ശഅബാൻ 15ന്റെ രാവ് എന്നുള്ളതും വരും. ഈ 2 രാവും മഹത്വമുള്ളതാണെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ശഅബാൻ മാസം മുഴുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകത കൽപ്പിച്ചിരുന്നു എന്നും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പൂർണമായും ഒരു മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചിരുന്നത് വിശുദ്ധമായ റമളാനിലായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായി ഒരു മാസം മുഴുവൻ നബി തങ്ങൾ കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് അവിടുത്തെ പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നു. ചില റജബിലും നബി തങ്ങൾ ഫുള്ളായിട്ട് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലായും മാസം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതായ മാസമുണ്ടെങ്കിൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അത് ശഅബാനാണ് എന്ന് അവിടുത്തെ പത്നിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുകയാണ്. ഇനി നമ്മളിലേക്ക് വരാനുള്ള ശഅബാൻ 15ന്റെ ആ രാത്രിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ അലി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അലി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാൻ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ന്റെ രാത്രിയായി കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹാ, അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുക. വസൂമു നഹാറഹാ, അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. ഈ രാത്രി നിസ്കരിക്കുക എന്ന് പറഞ്ഞത് പ്രത്യേകമായിട്ടുള്ള ഒരു നിസ്കാരമല്ല. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. ശഅബാൻ 15ന്റെ രാവിൽ പ്രത്യേകം ഒരു നിസ്കാരമല്ല. സാധാരണ ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദ്, അതേപോലെ വിത്ർ, പിന്നെ മുത്തലക്കായിട്ടുള്ള എത്രയും നമുക്ക് നിസ്കരിക്കാവുന്ന സുന്നത്തുകൾ, അങ്ങനെയുള്ള ആ സുന്നത്തുകൾക്ക് ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ എല്ലാ രാത്രിയിലും അത് ചെയ്യുന്നില്ല എങ്കിൽ അന്നെങ്കിലും നമ്മൾ അത് നിർവഹിക്കാൻ വേണ്ടി ആ രാത്രിക്ക് ഒരു പരിഗണന കൊടുക്കുക. അതേപോലെ വസൂമു നഹാറഹാ,
അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നോമ്പനുഷ്ഠിക്കുന്ന ദിവസമാണ് പിറ്റേ ദിവസം ശനിയാഴ്ച. അപ്പൊ ബറാഅത്ത് രാവ് 3 യാസീൻ ഓതേണ്ടത് വെള്ളിയാഴ്ച മഗ്‌രിബിന്റെ ശേഷം, നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ശനിയാഴ്ച പകലിൽ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ഹദീസ് ബലഹീനമാണ്, അത് സ്വീകരിക്കാൻ പറ്റൂല, അത് വെച്ച് അമൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, ചില പണ്ഡിതന്മാരുണ്ട്. ഇപ്പോ റബീഉൽ അവ്വൽ വന്ന അത് പാടില്ല എന്ന് പറയാൻ, മേറാജ് വന്ന അത് പാടില്ല എന്ന് പറയാൻ, ബറാത്ത് വരുമ്പോ അത് പറ്റൂല എന്ന് പറയാൻ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്നും തെളിവില്ല എന്ന് പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് ബലഹീനമാണോ എന്ന് ചോദിച്ചാൽ ബലഹീനമാണ്. എന്നാൽ ഒരുപാട് റിപ്പോർട്ടുകളിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ സൽക്കർമ്മങ്ങളാണ് എങ്കിൽ അതുകൊണ്ട് അമൽ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സൂഫിയാക്കളായ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെയുള്ള രാവുകളെ പരിഗണിക്കുകയും അന്ന് പ്രത്യേകമായ ഇബാദത്ത് ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ നിർവഹിച്ചു പോരുന്നത്. ബലഹീനമാണോ എന്ന് ചോദിച്ചാൽ ബലഹീനമാണ്. അപ്പൊ ബലഹീനമായതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല, അമൽ ചെയ്യാം. അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. പക്ഷെ ഒരു തെളിവാക്കിയിട്ട് പറയാൻ പറ്റൂല. ആ ഹദീസ് കൊണ്ട് ബലഹീനമായ ഹദീസാണെങ്കിലും അതുകൊണ്ട് അമൽ ചെയ്യാം. നമ്മുടെ മുൻഗാമികൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യാൻ കാരണം. പിന്നെ നബി തങ്ങൾ പറയാണ് എന്താണെന്നത്തെ രാത്രിയുടെ പ്രത്യേകത. ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇദ് ദുനിയാ. അന്നത്തെ രാത്രിയിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, അഥവാ ഈ വരുന്ന വെള്ളിയാഴ്ച സൂര്യൻ പടിഞ്ഞാറിന്റെ ചക്രവാളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് വെളിവാകും, പ്രത്യക്ഷപ്പെടും. അല്ലാഹു സദാ സന്നദ്ധനായിരിക്കും. അല്ലാഹ് വരും എന്ന് പറഞ്ഞാൽ അല്ലാഹ് അത് നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം നൽകാൻ സന്നദ്ധനായി കൊണ്ടിരിക്കും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ, ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത്? ഫഗ്ഫിറു ലഹു, ഞാൻ അവനിക്ക് ഇതാ പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെ ഓരോന്നെടുത്തെടുത്ത് ചോദിക്കും. എന്നോടാരാണ് ഇന്ന കാര്യം ചോദിക്കുന്നത്, ഞാൻ അവനത് കൊടുക്കും. എന്നോടാരാണോ ഇന്ന കാര്യം ചോദിക്കുന്നത്, അത് ഞാൻ അവന് കൊടുക്കും എന്ന് മഗ്‌രിബ് മുതൽ സുബഹി വരെ അല്ലാഹു തആല ഓരോ ഇഷ്ടദാസന്റെയും അവൻ അല്ലാഹുവിനോട് ഏറ്റു പറയുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ സദാ സന്നദ്ധനായിരിക്കുന്ന ഒരു രാത്രിയാണ് ശഅബാൻ 15ന്റെ രാത്രി എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഈ രാത്രിയിൽ അത് ഇഖ്ലാസോടെ ഈ വരുന്ന 15ന്റെ രാത്രിയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇത് ഇബ്നു മാജഹ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദാത്ത ലൈല, ഒരു രാത്രിയിൽ, ഇൻതബഹത് ലൈലൻ ഫലം അജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബീവിയും ഉറങ്ങാൻ കിടന്നതാണ് വിരിപ്പിൽ. ആയിഷ ബീവി പറയുന്നു, രാത്രി കുറെ കഴിഞ്ഞപ്പോ ഞാൻ ഉണർന്നു, നബി തങ്ങളെ കാണുന്നില്ല. ഫഖറജ്തു, അപ്പൊ ഞാൻ എണീറ്റ് പുറപ്പെട്ടു. അത്ലുബുഹു, നബി തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. നബി തങ്ങൾ എവിടെയാണ്? ഫഇദാ ഹുവ ബിൽ ബഖീഇ, ആ സമയത്ത് നബി തങ്ങൾ അതാ ജന്നത്തുൽ ബഖീഇലുണ്ട്. മദീനത്ത് പോയ ആളുകൾക്കറിയാം, ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഒരുപാട് മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന ആ മദീനയുടെ ആ മഖബറ ജന്നത്തുൽ ബഖീഇ, ആ ജന്നത്തുൽ ബഖീഇൽ അതാ നബി തങ്ങൾ ഇരിക്കുന്നു. ഇരിക്കല്ല, നബി തങ്ങൾ നിൽക്കുകയാണ്. രണ്ട് കൈയും ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർത്തി, എന്നിട്ട് അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഖാല, അപ്പൊ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, യാ ആയിഷ, ഓ ആയിഷ, അകുന്തി തഖാഫീന അൻ യഖീഫല്ലാഹു അലൈകി വറസൂലു, അല്ലാഹും അവന്റെ റസൂലും നിന്നോട് വഞ്ചന കാണിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നബി തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. ഓരോ രാത്രിയും ഓരോ ഭാര്യമാരുടെ അടുത്താണ് നബി തങ്ങൾ താമസിക്കുക. അപ്പൊ ആയിഷ ബീവിക്ക് കിട്ടിയ ആ ഊഴത്തിന്റെ അന്ന് ആയിഷ
ബീവിയുടെ കൂടെ കിടക്കണം. അതാണ് ഇസ്ലാമിക നിയമം. അള്ളാഹ് നിശ്ചയിച്ചതാണ്, റസൂൽ നിശ്ചയിച്ചതാണ്. അത് തരാതെ നിന്നെ വഞ്ചിച്ചു എന്നാണോ നീ വിചാരിക്കുന്നത് എന്നാണ് ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിക്കുന്നത്. ആയിഷ ബീവി പറയാണ്, ഫഖുൽതു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ലനന്തു അന്നക അതൈത ബഅദ നിസാഇക, നബി അങ്ങയുടെ ചില മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ എന്ന് തീർച്ചയായും ഞാൻ വിചാരിച്ചു പോയി. അപ്പൊ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, ഇന്നത്തെ രാത്രി ഏതാണെന്ന് നിനക്കറിയുമോ? ഇന്നല്ലാഹ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇല സമാഇ ദുനിയാ. ഈ ശഅബാൻ 15ന്റെ രാത്രിയാണ് ഇന്ന്. ഇന്നത്തെ രാത്രി അല്ലാഹു തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഫയഗ്ഫിറു, അല്ലാഹ് പുറത്തു കൊടുക്കും, ലിഅക്സറ മിൻ അദദി ശഅരി ഗനമി കലബിൻ, കലബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് എണ്ണത്തേക്കാൾ അധികം. ഒരാടിന് തന്നെ എത്ര രോമുണ്ടാവും? കലബ് ഗോത്രം എന്ന് പറഞ്ഞാൽ ധാരാളം ആടുകളുള്ള ഒരു ഗോത്രമായിരുന്നു. അപ്പൊ അവർക്ക് ധാരാളം ആടുകളുണ്ട്. ഈ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ അധികം ആ രാത്രിയിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ആയിഷ. അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് വന്ന് ദുആ ചെയ്യുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പിന്നെ എല്ലാരോടും കൽപ്പിച്ച് നിർബന്ധിപ്പിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ആയിഷ ബീവിയെ നബി തങ്ങൾ വിളിക്കാത്തത്. ഇതിനൊക്കെ ഒരു തൗഫീഖ് വേണം ചെയ്യാൻ, തോന്നാൻ. ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. എന്നാ കൂലി വേണമെന്നും അള്ളാന്റെ അടുക്കൽ സ്ഥാനം വേണമെന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾ ചെയ്യാ. നമ്മൾ ഇങ്ങനെയൊക്കെ വാഴ്ന്നു പറഞ്ഞാലും അന്നത്തെ രാത്രി ഈ രീതിയിലൊക്കെ അമൽ ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഇതിന് തൗഫീഖ് വേണം. അല്ലാഹു തആല അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ, അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി മറ്റൊരു ഹദീസ് ഇതേ വിഷയം തന്നെയാണ്. അൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മാജ, അഹ്മദ് ഒക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന, ശഅബാനിന്റെ പകുതിയുടെ രാത്രിയിൽ അല്ലാഹു തആല പ്രത്യക്ഷപ്പെടും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ആ രാത്രിയിൽ പുറത്തു കൊടുക്കും. എന്നാൽ അല്ലാഹ് പുറത്തു കൊടുക്കാത്ത രണ്ടാളുകളുണ്ട്, രണ്ട് വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? ഇല്ലാലി മുശ്രിക്കി, മുശ്രിക്കായ ഒരു മനുഷ്യനൊഴികെ, ശിർക്ക് ചെയ്യുന്ന ഒരാളൊഴികെ അവന് അല്ലാഹു തആല ആ രാത്രിയിൽ പുറത്തു കൊടുക്കുകയില്ല. ഔ മുശാഹിനിൻ, അതേപോലെ തന്നെ മനസ്സിനകത്ത് ഒരാളോടുള്ള വെറുപ്പും പോരും പകയുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അവനും ആ രാത്രിയിൽ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉമ്മമാരെ, ബറാഅത്തിന്റെ രാവാണെങ്കിലും അതേപോലെ 27-ാം രാവ് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ദുആക്ക് ഉത്തരം ലഭിക്കാത്ത രണ്ട് വിഭാഗം ആളുകൾ, ഒന്ന് മുശ്രിക്ക്, അതിൽ നമ്മൾ പെടൂല. ആരാധനക്കുള്ള അർഹത അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കുണ്ട് എന്ന വിശ്വാസമാണ് ശിർക്ക്. ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ ചില തിരുമേനിമാരടുത്തും ചില പൂജാരിമാരടുത്തൊക്കെ പോയി ചില പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അതൊക്കെ ശിർക്കൻ വിശ്വാസങ്ങളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആചാരങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല ശഅബാൻ 15ന്റെ രാത്രി. അതേപോലെ തന്നെ മനസ്സിൽ വെറുപ്പുമായിട്ട് നടക്കുന്ന ആള്, ഇന്നിപ്പോ ജുമായുടെ പ്രസംഗത്തിൽ നമ്മൾ അത് സൂചിപ്പിച്ചതാണല്ലോ. ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ഖൽബ് വൃത്തിയാകുമ്പോഴാണ്, ശുദ്ധിയാകുമ്പോഴാണ്. എല്ലാവരെയും സ്നേഹിക്കാനും ദേഷ്യപ്പെടാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം. നല്ലതിന് ദേഷ്യപ്പെടാം, നല്ല കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെടാം, ഒരാളെ നന്നാക്കാൻ വേണ്ടി ദേഷ്യപ്പെടാം, ശകാരിക്കാം, അടിക്കാം, അതൊക്കെ നല്ലതാണ്. പക്ഷേ അതിന്റെ ഒക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആ മനുഷ്യനിലുള്ള നന്മയാകണം, അല്ലാതെ നമ്മളിലുള്ള ദേഷ്യം അവനിൽ പ്രകടിപ്പിക്കുക എന്നാവരുത്. നമ്മൾ ഒരാളെ വഴക്ക് പറയുന്നത് എന്തിനാ? അയാൾ നന്നാവാൻ വേണ്ടിയിട്ടായിരിക്കണം. ഒരു കുട്ടിയെ നമ്മളെ ശകാരിക്കുന്നതും അടിക്കുന്നതും അവൻ നന്നാകാൻ വേണ്ടിയായിരിക്കണം, നമ്മളെ ദേഷ്യം തീർക്കാൻ വേണ്ടി ആവരുത്. അങ്ങനെ ആകുമ്പോഴാണ് അത് തെറ്റാവുന്നത്.
കുടുംബക്കാർ, അയൽപക്കക്കാർ, വീട്ടിലുള്ളവർ, ജ്യേഷ്ഠന്റെ ഭാര്യ, അനുജന്റെ ഭാര്യ, മറ്റു ബന്ധുമിത്രാദികൾ പലരും നിസ്സാര കാര്യത്തിന്റെ പേരിലൊക്കെ വഴക്കടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ പകയും മിണ്ടാതെയും 3 ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതിരിക്കാൻ പാടില്ല എന്നാണ് ശരീഅത്തിന്റെ നിയമം. 3 ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതിരുന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദേഷ്യപ്പെട്ടാൽ പോലും പിണങ്ങിയാൽ പോലും 3 ദിവസത്തിന്റെ ഉള്ളിൽ മിണ്ടിക്കൊള്ളണം. അകാരണമായി ഇസ്ലാമികമായ കാരണങ്ങളില്ലാതെ പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ ആരോടെങ്കിലും എന്റെ ക്ലാസ്സിന് വന്ന ഉമ്മമാര് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പിണക്കോ കാര്യോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഷഅബാൻ നമ്മുടെ ബറാഅത്തിന്റെ മുമ്പ് നമ്മൾ അവർക്ക് ഫോൺ ചെയ്യുക. എന്നിട്ട് അല്ലെങ്കിൽ നേരിട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ നേരിട്ട് പോവുക. അന്ന് ഇത്തിരി ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, മനസ്സിലൊന്നും വെക്കണ്ട, ബറാഅത്തൊക്കെ അല്ലേ വരുന്നത്, എനിക്ക് വേണ്ടി നീ ദ്വാരക്കണം, എന്നോട് അത് പുറത്തു തരണം എന്ന് നമ്മൾ പറയാ. അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ താഴ്ന്നു പോകൂല, നമ്മൾ ഉയരുകയേ ചെയ്യുകയുള്ളൂ. വിനയം കാണിച്ചാൽ അല്ലാഹു തആല ഉയർത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട രാത്രിയാണ് ഈ വരുന്നതായ രാത്രി. അത് നമ്മൾ വെറുതെ ആ രാത്രിയെ നിസ്സാരമായി കൊണ്ട് കാണരുത്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ മഹത്വം കൽപ്പിച്ചു എന്ന് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഹദീസുകളിലുണ്ട്. ചില ഹദീസുകളെല്ലാം ബലഹീനമാണെങ്കിലും വ്യത്യസ്തങ്ങളായ ധാരാളം ഹദീസുകളിലൂടെ വന്നതുകൊണ്ട് അത് അമൽ ചെയ്യാമെന്നാണ് മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നത്. ആ അടിസ്ഥാനത്തിലാണ് അത് അമൽ ചെയ്യുന്നത്. അതിനെ വിമർശിക്കുന്ന ആളുകൾ അത് ബലഹീനമാണ് എന്ന് പറഞ്ഞ് അന്നത്തെ ആരാവും സാധാരണ പോലെ അത് സാധാരണ ആളുകൾ എന്തെങ്കിലും ഉന്മേഷത്തോടുകൂടെ അന്ന് ജമാഅത്തിന് വന്ന് കൂടുതൽ കുറച്ച് നിസ്കാരവും ഖുർആനോത്തും ഒക്കെ ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾ പോലും മുടക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് നമ്മൾ ഉപദേശിച്ചിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബലഹീനമാണെങ്കിലും നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ ഈ ഹദീസുകളിലൂടെ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് അമൽ ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ എന്താണ് അന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടത്? ആരിഫീങ്ങളിൽപ്പെട്ട ആളുകൾ നമുക്കത് വിശദീകരിച്ചു തരുന്നുണ്ട്. 3 യാസീന് അന്നോതുക സുന്നത്താണ്. അതിന്റെ ടൈം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 3 സൂറത്ത് യാസീൻ ബിതമാമിഹാ 3 മററാത്തിൻ മുതവാലിയാത്തിൻ മിൻ ഗൈരി കലാമിൻ അജ്നബിയിൻ ഫി അസ്നാഇ ദാലിക. ഇടയിൽ വേറെ സംസാരങ്ങളൊന്നും വരാതെ തുടർച്ചയായിട്ട് 3 യാസീൻ പാരായണം ചെയ്യുക. അപ്പൊ ഒരു യാസീൻ ഓതി കഴിഞ്ഞപ്പോഴേക്ക് കുഞ്ഞമ്മയുടെ മോൻ വിളിച്ചു. അപ്പൊ കുറച്ചേരം സംസാരിച്ചു. പിന്നെ ഗൾഫിലുള്ള അമ്മായിയുടെ മോൻ വിളിച്ചു. കുറച്ചേരം അവിടെയും സംസാരിച്ചിട്ട് ബാക്കിയുള്ള അങ്ങനെ പറ്റൂല. ഒരു യാസീൻ കഴിഞ്ഞ് വേറെ ഒന്നും സംസാരിക്കാതെ അടുത്ത യാസീൻ തുടങ്ങണം. അങ്ങനെ 3 യാസീൻ തുടർച്ചയായി കൊണ്ട് ഓതണം. ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് ഓതേണ്ടത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ. അൽ ഊല, ഒന്നാമത്തെ യാസീൻ ബിനിയത്തിൽ ബറകത്തി ഫിൽ ഉംരി ലഹു വലിമൻ യുഹിബ്ബു, അവനും അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ദീർഘായുസ് ഉണ്ടാവണം എന്ന ഒരു നിയത്തിലാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. അപ്പൊ നമ്മുടെ മാതാപിതാക്കള്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാര്, നമുക്കും ഞാനും നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും പടച്ചവനെ നീ ദീർഘായുസ് നൽകണേ എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. ഉമ്മമാരെ മറക്കരുത്. പിന്നെയോ രണ്ടാമത്തത് ബിനിയത്തി തവസ്സുഅതി ഫിൽ റിസ്ഖി മഅൽ ബറക, നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവുക. ഭക്ഷണത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ അസുഖങ്ങൾ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ലേ പിടിപെടുന്നത്. മഹാന്മാര് പറയുന്നത് ഭക്ഷണത്തിലുള്ളതായ ബറക്കത്ത് എടുത്തു പോയതാണ്. ചെറുപ്രായത്തിലെ നമുക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാതെയായി പോകുന്നത് ഭക്ഷണത്തിലുള്ള ബറക്കത്ത് എടുത്തു പോവുകയാണ്. അതുകൊണ്ട് മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന് കുറെ മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അല്ലാഹു തആല ബറക്കത്ത് നൽകണം.
ബറക്കത്ത് നിലനിൽക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടെ രണ്ടാമത്തെ യാസീൻ ഓതുക. അസ്സാലിസതു ബിനിയ്യതി അൻ യുക്തബഹു മിനസ് സുഅദാഇ സുമ്മ യദഉ ബിമാ ദകറഹു ബഅദുൽ ആരിഫീന. അതേപോലെ മൂന്നാമത്തത് അവന്റെ പരലോക വിജയം, അവൻ വലിയ വിജയികളിൽ അവൻ ഉൾപ്പെടാൻ വേണ്ടി ഈ ലോകത്തും പരലോകത്തും അവന് വിജയം കിട്ടണം. ലോകത്ത് ഇവിടെ മാത്രം വിജയം കിട്ടിയാൽ പോരാ, ഇത് കഴിഞ്ഞാൽ മരണശേഷമാണ് നമ്മുടെ ലോകം തുടങ്ങുന്നത്. ആ ലോകത്ത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനയും വിജയവും അല്ലാഹു തരണം. ആ ലക്ഷ്യത്തിലാണ് മൂന്നാമത്തെ യാസീൻ, പരലോക നന്മ, ആഖിറം വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ, ഈ 3 ലക്ഷ്യത്തോടെ യാസീൻ ഓതി മനസ്സിൽ ഒരാളോടും പകയും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലാത്ത നിലക്ക് പരിപൂർണമായി അല്ലാഹുവിനോട് ആ രാത്രി ഇതൊക്കെ പാരായണം ചെയ്ത് ഖുർആൻ ഓതി അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തആല ഉത്തരം നൽകാതിരിക്കുകയില്ല. കാരണം മാറ്റി അകറ്റുന്നവനല്ല നമ്മുടെ റബ്ബ്, ചോദിച്ചാൽ തരാത്തവനല്ല നമ്മുടെ റബ്ബ്. നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ഒരുപാട് തിന്മകൾ നാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സ്വാധീനമൊന്നും അല്ലാഹ് എടുത്തു കളഞ്ഞില്ലല്ലോ. അല്ലാഹ് അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്. നമ്മൾ ഒരാൾക്ക് കുറെ സഹായം ചെയ്തു കൊടുത്തിട്ട് അയാൾ നമ്മൾ പറയുന്നതിന് എതിരായി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് സഹായം ചെയ്യാൻ നമ്മൾ തൊതിരുമോ, നമ്മൾ മുതിരുമോ? മുമ്പ് നിനക്ക് ചെയ്തിട്ട് നീ എനിക്ക് ദ്രോഹമല്ലേ ചെയ്തത്, അതുകൊണ്ട് ഇനി നിനക്ക് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു വട്ടം സഹായം ചെയ്ത വ്യക്തി നമ്മളോട് അവിവേകം കാണിച്ചാൽ വീണ്ടും അയാൾക്ക് സഹായം ചെയ്യാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ ഇവിടെയാണ് അല്ലാഹുവിന്റെ കാരുണ്യമുള്ളത്. എന്റെ ഉമ്മമാരെ, കണ്ണുകൊണ്ട് എത്ര തവണ നമ്മൾ ഹറാമ് കണ്ടു, കാതുകൊണ്ട് എത്ര തവണ നമ്മൾ ഹറാമ് കേട്ടു, എത്ര ഹറാമ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞു ഇല്ലേ, കൈകൊണ്ട് ചെയ്തില്ലേ, മനസ്സുകൊണ്ട് എത്ര ഒരാളോട് വെറുപ്പ് തോന്നി. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ഈ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടപ്പോ അല്ലാഹ് പറഞ്ഞോ, ഞാൻ തന്നതല്ലടോ അതിന്റെ കഴിവ്, ഇനി നീ അതുകൊണ്ട് കാണണ്ട എന്ന് പറഞ്ഞ് അല്ലാഹ് നമ്മുടെ കാഴ്ച ശക്തി പിൻവലിച്ചില്ലല്ലോ, നമ്മുടെ കേൾവി ശക്തി പിൻവലിച്ചില്ലല്ലോ, നമ്മുടെ സംസാരത്തിന്റെ കഴിവ് പിൻവലിച്ചില്ലല്ലോ. ഇതാണ് അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാനിർ റഹീം. കാരുണ്യത്തിന്റെ അങ്ങേ അറ്റത്തെ കരുണയുള്ളതായ ഒരു നേതാവ്, ഒരു സൃഷ്ടാവ്, അതാണ് അല്ലാഹ്. ആ അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ, ആ അല്ലാഹുവിനോട് നമ്മൾ ഏറ്റു പറഞ്ഞാൽ, ആ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊന്ന് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് നമ്മൾ സഹായം തേടിയാൽ ആട്ടി അകറ്റുന്നവനല്ല നമ്മുടെ റബ്ബ്, സ്വീകരിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ സ്വീകരിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും രാത്രികളും പകലുകളും മാസങ്ങളും ആ റബ്ബ് തന്നെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ട് ആ നിശ്ചയിച്ച രാത്രികളിലും ആ റബ്ബ് പറഞ്ഞതനുസരിക്കാതെ നാം ജീവിച്ചാൽ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ നന്ദി കെട്ടവർ. അതുകൊണ്ട് അതിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അപ്പൊ ഇന്ന് അധികാരമൊന്നും സംസാരിക്കണില്ല, ഇത് മാത്രം തന്നെ പറയുന്നുള്ളൂ. കുറെ ആളുകൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഉസ്താദെ ഇന്ന് നമ്മുടെ വഖഫിന്റെ സമ്മേളനമാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ ഉണ്ടാവില്ല. അപ്പൊ കുറെ ആളുകൾ ഇന്ന് കുറവുണ്ട്. അല്ലാഹു തആല അടുത്ത ദിവസങ്ങളിലുള്ള ക്ലാസ്സിൽ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ ബറാഅത്ത്. എല്ലാ ആളുകളും അതിലേക്ക് വരിക, പുരുഷന്മാരും ആൺകുട്ടികളുമൊക്കെ. സഹോദരിമാരെ, മഗ്‌രിബ് നിസ്കാരത്തിന്റെ ജമാഅത്തിന് തന്നെ നമ്മൾ പള്ളിയിലേക്ക് വിടുക. ഏതൊരു മഹത്വമുള്ള രാത്രിയുടെയും മിനിമം മഹത്വം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ആ രാത്രിയിലുള്ള ഫറള് നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇശാ സുബഹി നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിച്ചാൽ ആ രാത്രിയുടെ മിനിമം മഹത്വം അവന് ലഭിക്കുമെന്നാണ്. അപ്പൊ മഗ്‌രിബിന് തന്നെ പള്ളിയിലേക്ക് വരാൻ നമ്മൾ പറയുക. നിസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 3 യാസീൻ നമ്മൾ ഓതി അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ ചെല്ലുന്ന സാധാരണയുള്ള ഹദ്ദാദ് റാത്തീബ് ചൊല്ലും. അപ്പോഴേക്ക് ഇശാ ബാങ്ക് വിളിക്കും. ഇശാ ബാങ്ക് വിളിച്ച ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരു പതിവാണ് സാധാരണ നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർഷവും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച എല്ലാ ആളുകളും അതിലേക്ക് വരിക. പിന്നെ മഗ്‌രിബ് മുതൽ ഇശാ വരെ നമുക്ക് ഈ യാസീൻ
സ്വലാത്തും ദുആയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇശാ കഴിഞ്ഞ് വീണ്ടും നമുക്ക് 1 മണിക്കൂർ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശരിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവും. എല്ലാ സഹോദരിമാരും അതിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ഹദീസ് നമ്മുടെ മൗലിദ് പാരായണം നിർവഹിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്ന ഒരു സഹോദരൻ അവരുടെ മക്കളൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ പരീക്ഷയിൽ അതേപോലെ തന്നെ നിയമപരീക്ഷ എഴുതുന്നതായ ഒരു സഹോദരൻ ഇതിലൊക്കെ നല്ല രീതിയിൽ വിജയം ലഭിക്കാനും വീടുകളിലും കുടുംബങ്ങളിലൊക്കെ പരസ്പരം ഒരു യോജിപ്പും ബറക്കത്തും പരസ്പര സ്നേഹം ഉണ്ടാവാനും ഒക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നബി തങ്ങളുടെ മൗലിദിന്റെ ഈ മദഹിന്റെ ബറക്കത്തുകൊണ്ട് ആ സ്വതക്കയുടെ ബറക്കത്തുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഈ പങ്കെടുത്ത ആളുകൾക്കും അതേപോലെ പലഹാരങ്ങൾ കൊണ്ടുവന്ന ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وأطعمه وأكرمهم فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا. فقالوا قد رغبت عن أسماء آبائك؟ قال أردت أن يحمده من على الغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما أشرقت شمس الله في ذلك السعد. فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشعر إلا وقد أشرق في بيتها النور وأمها الفرح والسرور وأقبلت الملائكة والحور وحف حجرتها أنواع الطيور وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب همسا وكيف لا وسيد العالمين في بيتها أمسا. صلى الله لي من بيتا أنت ساكنه ليس محتاجا إلى السرج صلي سيد الكونين والسرج وجهك والله حجتنا يوم يأتي الناس بالحجج صلي رب سيد الكونين والسرج ومريضا أنت زائره قد أتاه الله بالفرج صلي رب فالسرج فاز من قد كنت بغيته وسما في أرفع الدرج صلي رب سرجي باذلا في الحب مهجته سامحا بالروح والمهج صلي رب سيد الكونين
سرجي كريم الجود راحته فكفيت البحر واللجج صل رب رجي أنت منجينا من الحرق من الله بالنار والأجج الله الله بالله ذنبنا ما هل يمنعنا من ذروف الدمع والعجج الله الله ما شاء الله لا قوة إلا بالله حبكم في قلبنا محبوب من رائن الذنب والحرج الله الله ما شاء الله لا قوة إلا بالله صبكم والله لم يخب لكمال الحسن والبهج الله الله ما شاء الله بالله إننا نرجو لشافعنا لصلاح الدين والنهج الله لا قوة إلا بالله وهو نجانا من البلوى طيبه في العالم الأرجي الله الله ما شاء الله لا قوة بالله ربي وارزقنا زيارته قبل قبض الروح والخرج الله الله ما شاء الله لا قوة إلا بالله صل يا ربي على الهادي لسبيل الحق والفرج الله ما شاء الله لا قوة اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات
അർഹമുർ-റഹീമീനായ അൽ-മൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ മഹത്വപ്പെടുത്തിയ രാവുകളെ കുറിച്ചാണ് അന്ന് ചെയ്ത ഇബാദത്ത് ചെയ്താലുള്ള മഹത്വങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹുവേ, ഈ മഹത്വമുള്ള രാത്രികളിൽ നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ ഖൈറാക്കണം റഹ്മാനെ. ദുനിയാവിലേറെ ആഖിറം ഖൈറാക്കണേ ആഖിറം വിജയിക്കാനുള്ള സ്വാലിഹായ അഅ്മാലുകളുമായി ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ ബാഹ്യ ശരീരം നീ നന്നാക്കിയതുപോലെ ഞങ്ങളുടെ ഖൽബ് നീ തത്വഹീർ ചെയ്യണേ റഹ്മാനെ. ഒരാളോടും പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും ഇല്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളാക്കണേ അല്ലാഹുവേ, ബറാഅത്തിന്റെ രാവിലും ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലും ദുആ സ്വീകരിക്കാത്ത മനസ്സിനകത്തുള്ള വെറുപ്പ് ഞങ്ങളുടെ ഖൽബിൽ നീ തരല്ലേ ആ വെറുപ്പ് കൊണ്ട്, ദേഷ്യം വെക്കൽ കൊണ്ട്, അസൂയ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് ചിന്തിച്ച് അത് ഉള്ള ആളുകൾക്ക് അതിൽ നിന്നുള്ള മോചനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഖൽബ് നന്നാവാനുള്ള വഴികളുമായി ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ പലരും രോഗികളാണ്. ഈ സദസ്സിൽ വന്നിരിക്കുന്ന പലരും രോഗികളാണ്. കാലുവേദന, വയറുവേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്. അല്ലാഹുവേ, നടക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടും ഈ ക്ലാസ്സിലേക്ക് വന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ വല്ലിപ്പ വല്ലിമ്മമാർ, ഉമ്മവാപ്പ, ഭാര്യ, സന്താനങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിരുന്ന ഉപ്പമാർ, ഉമ്മമാർ, ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ പുറത്തു കൊടുക്കണേ അഫ്വ് ചെയ്യണേ അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളെ ശിഷ്യന്മാരാണ്, ശിഷ്യകളാണ്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ. മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്ര പഠിച്ചിട്ടും ഖൽബിലേക്ക് ഖുർആൻ കയറാത്ത മക്കളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ഫഹ്മ് കൊടുക്കണേ അല്ലാഹുവേ, അവർക്ക് വിജയിക്കാനുള്ള ദുനിയാവിലും ആഖിറത്തിലുമുള്ള വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ, ഞങ്ങളെ ദുആന നീ കബൂലാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ചീരണി കൊണ്ടുവന്നതായ സഹോദരങ്ങൾ, അവരുടെ ഉദ്ദേശം എന്താണോ നിനക്കറിയാം, നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹുവേ, പരീക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ കബൂലാക്കണേ റഹ്മാനെ. നാളെ ഞങ്ങളെ മക്കളുടെ പരീക്ഷയാണ്. പഠിച്ചവനെ പഠിച്ചത് ഓർമ്മിപ്പിച്ച് നല്ല വിജയം നൽകി പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല മക്കളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, ആഫിയത്തോടെ, ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ജീവിപ്പിക്കണേ അതിനാവശ്യമായ ഹലാലായ വരുമാനങ്ങൾ, തൊഴിലവസരങ്ങൾ, കച്ചവടം, ബിസിനസ്, മഈഷത്തിന്റെ വഴികളിലെല്ലാം ബറക്കത്ത് നൽകണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാര്, മശായിഖന്മാര്, മാതാപിതാക്കൾ, അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഓരോ ഹറഫ് ഹറക്കത്തിന്റെ ഖദർ കണ്ടവർക്ക് നന്മകളെ വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ, അവസാനം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഇൻഷാല്ലാ ആ ചീരണി ബാക്കി വെക്കണ്ട. ഈ 2 എണ്ണം കൊടുത്താൽ മതി, എന്നാലും തികയും. ഇത്തിരി ആൾ കുറവുണ്ട്. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവുകയില്ല, അതിൻ്റെ മേലെ ആഴ്ച ഇൻഷാല്ലാ ഉണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.